ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡേ ഔട്ട് ഈറ്റ് ആൻഡ് ഷോപ്പിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിന്നർ സീരീസാണ്, പനീർ ബട്ടർ മസാല. അപ്പോൾ പനീർ ബട്ടർ മസാലയ്ക്ക് ആദ്യം ആവശ്യമുള്ളത് നമ്മുടെ ഫ്രഷ് ക്രീം, കസൂരി മേത്തി, ഇത് മസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്വന്തം പനീർ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല യമ്മി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡിയാക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓൾറെഡി കുറച്ച്, അതായത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത്, എണ്ണയിലേക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കണം കേട്ടോ, കോക്കനട്ട് ഓയിൽ എടുക്കുകയും ചെയ്യരുത്, ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഈ ചെറുതായി കട്ട് ചെയ്തരിഞ്ഞ് ഇതില്ലേ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് നന്നായിട്ട് വഴറ്റാൻ നല്ലോണം വഴറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ആ പച്ച ടേസ്റ്റ് ഉണ്ടാവാനേ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത് നന്നായി വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ ഈ റെസിപ്പി ഞാൻ ഒരുപാട് കാലമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ അത് നന്നായി വഴന്ന് വരുമ്പോൾ നമ്മുടെ ഉള്ളി ഇടുക. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ഈ റെസിപ്പി. അപ്പോൾ അങ്ങനെ ഉള്ളി നന്നായി വഴന്ന് വരുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അധികമാവാൻ പാടില്ല കേട്ടോ, വളരെ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ മുളക് പൊടി എനിക്കധികം സ്പൈസി ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആവശ്യാനുസരണം, നിങ്ങൾ എത്രയാണോ എരിവ് കഴിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇടുക കേട്ടോ. അപ്പം ഞാനിവിടെ എൻ്റെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ഭർത്താവിനും മോൾക്കും അത്ര സ്പൈസി ഫുഡ് ഇഷ്ടമല്ല, എനിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തക്കാളി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരൊറ്റ തക്കാളി ചേർത്താൽ മതി, അതിൽ കൂടുതലാവരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസം വരും, ഒരു പുളിപ്പൊക്കെ വരും, കാരണം നമ്മൾ ഫ്രഷ് ക്രീം എല്ലാം ചേർക്കുന്നതല്ലേ. ഇനി വേണ്ടത് കുറച്ച് കാഷ്യൂസ് നമ്മൾ ആഡ് ചെയ്യുക. അതും മസ്റ്റാണ് കേട്ടോ. കാഷ്യൂസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ടേസ്റ്റിന് വ്യത്യാസം വരും. കാഷ്യൂസ് ഉണ്ടെങ്കിൽ കാഷ്യൂസ് ആഡ് ചെയ്യുക, നന്നായി വഴറ്റുക. എന്നിട്ട് നല്ലോണം വഴന്ന് വരണം. അപ്പോൾ ഇത് വഴന്ന് വന്ന് കഴിഞ്ഞതിന് ശേഷം ഇത് ഓഫാക്കിയിട്ട് നമ്മൾക്കിതെല്ലാം കൂടെ അരയ്ക്കാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് വേറെ കുറച്ച് ജോലിയുണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പനീർ ക്യൂബ്സായിട്ട് ഉള്ളത്, പനീർ വീട്ടിലും ഉണ്ടാക്കാമെന്നറിയാലോ, പക്ഷേ ഞാനിന്ന് പുറത്തുനിന്ന് വാങ്ങിയതാട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അത് ചെറുതായിട്ട് നന്നായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈവൻ ഷേപ്പിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്നത് പോലെ. അപ്പോൾ അങ്ങനെ ഈവൻ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മളിത് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ ഞാനൊരു റെസ്റ്റോറൻറ്റ് പോയപ്പോൾ കഴിച്ചതായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ. അതിനുശേഷം ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ ഹസ്ബൻഡിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട്, റെസ്റ്റോറൻറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ പുള്ളി പറഞ്ഞത് അതിനെക്കാട്ടും എത്രയോ ടേസ്റ്റ് ഉണ്ട് എന്നാണ് കേട്ടോ. അതാണ് എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ ഇനി നമ്മൾ ഈ പനീറിൽ കുറച്ച് ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ് കേട്ടോ, ഞാനിടാറുണ്ട്. നമ്മൾ അതേപോലെയല്ല, ഞാൻ കുറച്ച് ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഓയിലിൽ ഡീപ്പ് ഫ്രൈ അല്ല, ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഇത് നമ്മൾ അങ്ങനെ ഒഴിവാക്കുകയും ചെയ്യാം. ഈ പനീർ അങ്ങനെ നമുക്ക് ആഡും ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. ഞാൻ കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പനീർ കുറച്ച് ഫ്രൈ ചെയ്തിട്ടാട്ടോ ഇടുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിലും ഞാൻ മറ്റേ പോലെ ഉണ്ടാക്കാറുണ്ട്, ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കാറുണ്ട്, അതാണ് കൂടുതൽ ഹെൽത്തി. അപ്പം നമ്മൾ ഇപ്പോൾ ഈ ചെയ്തതല്ലേ അത് നമ്മളൊരു മിക്സിയിലിട്ടിട്ട്, അതായത് വഴറ്റിയ തക്കാളി, ഉള്ളി, ഇഞ്ചി, ആ ഐറ്റംസ് എല്ലാം നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കുക. ഇപ്പം നമ്മുടെ പനീറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, അത് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ അരച്ച പേസ്റ്റ് നമ്മൾ പാനിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടാക്കുക കേട്ടോ. അപ്പോൾ ഈ ചൂടാക്കുന്ന ടൈമിൽ ഒരു ടിപ്പുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ പനീർ ബട്ടർ മസാലയിലും ഇതില്ലേ ചിക്കൻ ബട്ടർ മസാല, അതിലും കുറച്ച് ഷുഗർ ആഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ നന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഷുഗർ നമ്മൾ ആഡ് ചെയ്യുക, 1 ടീസ്പൂൺ മതിയാവും.
അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഇതിങ്ങനെ തിളച്ച് വരുമല്ലോ. അപ്പോൾ ആ തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ പനീർ നമുക്ക് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾ ഫ്രൈ ചെയ്യാത്ത പനീറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതങ്ങനെ ആഡ് ചെയ്യുക. കുറച്ച് നേരം ബോയിൽ ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ ഷാലോ ഫ്രൈ അല്ലേ, അധികം നേരമൊന്നും വേണ്ട. ഒരു 2-3 മിനിറ്റ്സിൽ ഈ പനീരെല്ലാം ബോയിലാവും. പിന്നെയും നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോൾ അതാണ് ടേസ്റ്റ് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഒന്ന് ഷുഗർ, പിന്നെ കാഷ്യൂ, ഇതൊക്കെ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പനീർ ബട്ടർ മസാലേൻ്റെ. ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഫ്രഷ് ക്രീം. അപ്പോൾ ഫ്രഷ് ക്രീം നമ്മൾ ഒരു 5 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. നിങ്ങൾക്ക് ഏത് ഫ്രഷ് ക്രീം വേണമെങ്കിലും വാങ്ങാം. പക്ഷേ വേറെ ഒന്നും ട്രൈ ചെയ്യരുത് കേട്ടോ, ഫ്രഷ് ക്രീം തന്നെ വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രഷ് ക്രീം നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ കസൂരി മേത്തിയും മസ്റ്റാണ്. അതിൻ്റെ ഓതൻറ്റിക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കസൂരി മേത്തി ആഡ് ചെയ്തേ പറ്റൂ. കസൂരി മേത്തിയും ഫ്രഷ് ക്രീമും ഒക്കെ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി വേണമെങ്കിലോ ഉപ്പ് വേണമെങ്കിലോ ഒക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ വന്നോന്നറിയില്ല, ഇനീഷ്യലി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്തപ്പം എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ റോട്ടി. അപ്പോൾ റോട്ടി ഞാൻ കുറച്ച് ബട്ടറിൽ, ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ ബട്ടറിൽ ഞാൻ മൊരിച്ചെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി റോട്ടിയെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. അത് ജസ്റ്റ് ചൂടാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒന്നും കൂടി ചൂടാക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ബട്ടർ ഇടും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഗ്രേവി എല്ലാവരും റോട്ടിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഒരുപാട് ഇഷ്ടപ്പെടും. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇത് തന്നെ മതി. അധിക ദിവസവും ഞാൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ പനീർ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണല്ലോ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഭയങ്കര യമ്മി ടേസ്റ്റും വേറെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയായി കഴിഞ്ഞു. വേറെ ഒന്നും ആവശ്യമില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യണം. ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.